ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമുക്കിന്ന് അടിപൊളി റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ റിസൾട്ടാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേസിലാണ് ഞാൻ ഈ ഫേസ് പാക്ക് ഇട്ടത് കേട്ടോ. അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. നന്നായി ടാൻ അടിച്ച ഫേസ് ആയിരുന്നു. ഒന്നും ചെയ്യാതെ ഒരു കെയറും കൊടുക്കാതെ ഫേസ് പാക്കോ ക്രീമോ സൺസ്ക്രീനോ ഒന്നും ഇടാത്തൊരു ഫേസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫേസിൽ ഇടുന്നതിലും കുറച്ചും കൂടെ ബെറ്റർ പുള്ളിയുടെ ഫേസിൽ ഇടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ, നല്ലതാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഫേസിൽ ഈ ഒരു പാക്ക് നല്ല കട്ടിക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മസാജ് ചെയ്തിട്ടാണ് ഇടുന്നതിനോടൊപ്പം തന്നെ ഞാൻ റൊട്ടേറ്റിംഗ് മസാജ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ കവിളിൽ മാത്രമേ ഞാൻ കുറച്ച് സ്പീഡ് കുറച്ച് കാണിക്കുന്നത്. ഇപ്പോൾ നല്ല ഫുൾ ലെങ്തിൽ നോർമൽ സ്പീഡിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ബോറടിക്കില്ല. അതുകൊണ്ടാണ് ഞാനിത് സ്പീഡിലിട്ട് കാണിക്കുന്നത്. അപ്പം ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ പാക്കിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നൊന്ന് നോക്കിയാലോ. ഇത് ഞാനൊരു ഫേസ് ക്രീം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഫേസ് ക്രീമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കേട്ടോ, ആട്ട 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. അതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ തന്നെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ പുളിയില്ലാത്ത തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് മിക്സ് ചെയ്ത് ഗോതമ്പ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ കട്ട കെട്ടിയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിൽക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. മിൽക്ക് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഈ തൈര് ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പിന്നെ കട്ട കെട്ടിട്ടുണ്ടെന്ന്. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ ആ ക്രീം ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്, ഫ്രിഡ്ജിൽ ഇരുന്നേക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണാം. അപ്പം അതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പാക്ക് ഈസി ആയിട്ട് എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും, എന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു 10 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്നോളും, അതിൽ മേലെ ഇരുന്നോളും കേട്ടോ. ആക്ച്വലി നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ല കട്ടിയായിട്ട് വരികയാണെങ്കിൽ എന്തായാലും കട്ടിയായിട്ടായിരിക്കും വരാം. അപ്പോൾ അത് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. നമുക്ക് ഫേസിൽ തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒലിച്ചിറങ്ങില്ല. പക്ഷെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റൊട്ടേറ്റിംഗ് മസാജ് കൊടുക്കാൻ മാത്രമുള്ള ലൂസ് വേണം താനും. അങ്ങനെ നമുക്കറിയാമല്ലോ, ഏകദേശം മനസ്സിലാകുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മളൊന്ന് കലക്കി എടുക്കാം കേട്ടോ. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയാൻ പറ്റില്ല, അതിന് തിക്കാണിത് കേട്ടോ. തിക്കായിട്ട് വേണം അത് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഫേസിലേക്ക് ഇതിൻ്റെ ഗുണം ഇറങ്ങിപ്പോവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയും ചെയ്യരുത്. ഇത് ഒത്തിരി ലൂസ് ആവാനും പാടില്ല, ഒലിച്ച് താഴോട്ട് ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട് ഫേസിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണം ചെയ്യാൻ. ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫേസിലെ നെക്കിലും ഓൾ ഓവർ ഫേസിലെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ റൊട്ടേറ്റിംഗ് മസാജസും കൊടുക്കുന്നു കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനത് അപ്ലൈ ചെയ്തപ്പം ടീഷർട്ടിലൊക്കെ വീണ് തുടച്ച് കളഞ്ഞാണ് കേട്ടോ. നല്ലോണം മസാജസ് കൊടുക്കുന്നുണ്ട്. മസാജസ് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് റിമൂവ് ചെയ്യുമ്പോഴും കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് വാട്ടർ എടുത്തിട്ട് അത് വെറ്റ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് റൊട്ടേറ്റിംഗ് മസാജ് കൊടുത്തിട്ട് വേണം ഇത് വൈപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് വൈപ്പ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കുറച്ച് വണ്ടറായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലോണം ടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ലോണം ടാൻ പോയിട്ട് സ്കിന്ന് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല ഈവൺ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇച്ചിരി ഞാൻ വണ്ടറായിട്ടുണ്ടായിരുന്നു, ആക്ച്വലി നല്ല ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ തന്നെ ഈ ഒരു ഫേസിൽ ഇത്രയും നേരം ഇരുന്നത് കൊണ്ട് സ്കിൻ ഇങ്ങനെ വെറ്റായിട്ടിരുന്നത് കൊണ്ടായിരിക്കും എന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇങ്ങനെ വൈപ്പ് ഓഫ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോഴും പുള്ളിയുടെ ഫേസ് അത്യാവശ്യം അതായത് ടാനൊക്കെ പോയി കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേഡീസിന് മാത്രമല്ല ജെൻസിനും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ആർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കുട്ടികളുടെ മേത്താണെങ്കിലും തേപ്പിച്ചിട്ട് കുളിപ്പിക്കാൻ പറ്റും. കാരണം നമുക്കിതിലൊന്നും ഹാമായിട്ടുള്ള ഒന്നുമില്ല. പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ സ്കിന്നിനും നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള റിസൾട്ടാണ്. അപ്പം നല്ല വെളുത്ത് എപ്പോഴും ഫേസൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുടെ ഫേസിലിട്ട് നമുക്ക് അത്രയും വിസിബിളായിട്ട് കാണാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ പുള്ളിയുടെ ഫേസിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും നോക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മിൽക്കിലോ തൈരിനോ അങ്ങനത്തെ എന്തെങ്കിലും അലർജിയോ ഇറിറ്റേഷനോ സ്കിന്നിനുണ്ടോ എന്നറിയാനൊന്ന് നോക്കുന്നത് നല്ലതാണ്.